ജൂൺ 15 ആരംഭിക്കുന്ന മിഥുനം 1 അവസാനിക്കുന്നത് ജൂലൈ 16-നാണ്. ഏറ്റവും മികച്ച ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് എന്നതിനാൽ അത് നിങ്ങളുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നു. ശനി ഇപ്പോൾ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം മിഥുനത്തിലും നിൽക്കുന്നു. എല്ലാ തരത്തിലും 27 നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് മിഥുനത്തിൽ മാറ്റങ്ങൾ എന്ന് നോക്കാം. മേടക്കൂറ്. മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നിവ ചേർന്ന് വരുന്നതിൽ നിങ്ങൾക്ക് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ ഇത് നിങ്ങളുടെ ജോലിയിലും കരിയറിലും ഉയർച്ച നൽകും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കാത്തിരിക്കുന്നു. അതുകൂടാതെ ആരോഗ്യ പ്രതിസന്ധികൾ എല്ലാം തന്നെ ഇല്ലാതാകുന്നതിനും സാധിക്കും. ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് മിഥുനമാസത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് അതുവഴി അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ ആരോഗ്യപരമായ നേട്ടങ്ങൾ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. മിഥുനക്കൂറ്. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. ആരോഗ്യ പ്രതിസന്ധികളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. ഗുണദോഷ സമ്മിശ്രമായ നേട്ടങ്ങൾ തേടിയെത്തും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂല സമയമാണ്. സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കും. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് മികച്ച മാറ്റങ്ങളാണ് മിഥുനമാസത്തിൽ സംഭവിക്കുക. പല കോണിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം ഇരട്ടിയാകും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം എടുക്കും. അതീവ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ദീർഘദൂര യാത്രകൾ നിങ്ങൾക്ക് അനുകൂല ഫലം നൽകും. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ പല നേട്ടങ്ങളും ഈ മാസത്തിൽ തേടിയെത്തും. കൂടാതെ നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും സന്തോഷകരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് സാധിക്കും. വിദേശത്ത് പോകുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുവഴി ധനവരുമാനം വർദ്ധിക്കും. കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനനേട്ടം തേടിയെത്തുന്ന സമയമാണ്. ഇത് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള കടബാധ്യതകളും നിങ്ങൾക്ക് ഇല്ലാതാവുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് അത് സാമ്പത്തിക ലാഭം കൊണ്ടുവരും. തുലാക്കൂറ്. തുലാക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ്. പഠനകാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങളും വിജയവും തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗമുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് കൂടുതൽ മാറ്റങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ധനനേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ്. ഇതുകൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാകും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തും. ആരോഗ്യത്തെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ധനുക്കൂറ്. ധനുക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. അതുകൂടാതെ ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും. ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും തേടിയെത്തും. പണം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും കൃത്യമായ കണക്ക് വയ്ക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തും. മകരക്കൂറ്. മകരക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ അല്പം വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ്. വിദേശത്ത് പഠനകാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിനുള്ള യോഗമുണ്ട്. ബിസിനസ് മാറ്റങ്ങൾ എത്രത്തോളം നിങ്ങളെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ആരോഗ്യം നിസ്സാരമാക്കരുത്. ചെറിയ മാറ്റം പോലും ശ്രദ്ധിക്കണം. കുംഭക്കൂറ്.
കുംഭക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതി നിസ്സാരമല്ല. ചെറിയ മാറ്റങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്. പുതിയ തൊഴിലവസരങ്ങൾ ജീവിതത്തിൽ തേടിയെത്തും. അതിനെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം നിസ്സാരമാക്കരുത്. മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് സത്യം. അത് മിഥുനമാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എല്ലാ കാര്യത്തിലും രണ്ടാമതൊരു ചിന്ത ആവശ്യമായി വരുന്നത് നല്ലതാണ്. ആരോഗ്യം നിസ്സാരമാക്കരുത്. മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാവുന്നതാണ്. അതിന് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാകും.